ഇടുക്കി ചിന്നക്കനാൽ മേഖലയിൽ വൻ വനഭൂമി കയ്യേറ്റം വനംവകുപ്പ് ഒഴിപ്പിച്ചു. KSCBയുടെ ആനിറങ്ങൽ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്തടക്കം വ്യാപകമായി നടന്ന കയ്യേറ്റമാണ് ദേവികുളം റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘം ഒഴിപ്പിച്ചത്. കാട്ടാനകളുടെ താവളമായ ഈ പ്രദേശത്ത് ആനകളെ പ്രതിരോധിക്കാൻ കയ്യേറ്റക്കാർ സ്ഥാപിച്ച വൻ കമ്പി വടങ്ങളും മുള്ളുവേലികളും വനംവകുപ്പ് മുറിച്ചുമാറ്റി. പ്രദേശത്തെ ഏക്കർ കണക്കിന് വനഭൂമി വെട്ടിത്തെളിച്ച് പുതിയ ഏലം കൃഷി ഇറക്കാനുള്ള ശ്രമമാണ് ഇതോടെ വനംവകുപ്പ് തകർത്തത്. ചിന്നക്കനാൽ വില്ലേജിലെ സർവേ നമ്പർ 34/1 ഉൾപ്പെടുന്ന ചിന്നക്കനാൽ റിസർവ് വനഭൂമിയിലാണ് കയ്യേറ്റമൊഴിപ്പിക്കൽ നടപടികളുമായി വനംവകുപ്പ് മുന്നോട്ടു പോകുന്നത്. ദേവികുളം റേഞ്ച് ഓഫീസർ അരുൺകുമാറിന്റെ നേതൃത്വത്തിലുള്ള വനപാലക സംഘമാണ് വൻ സന്നാഹങ്ങളോടെ എത്തി കയ്യേറ്റം പൂർണ്ണമായും ഒഴിപ്പിച്ചത്. ഏകദേശം 1.5 ഹെക്ടറോളം വരുന്ന അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള വനഭൂമിയാണ് കയ്യേറ്റക്കാരുടെ പിടിയിൽ നിന്നും വനംവകുപ്പ് തിരിച്ചുപിടിച്ചത്. വനഭൂമി കയ്യേറുന്നതിനൊപ്പം തന്നെ KSCBയുടെ ആനിറങ്കൽ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്തും വ്യാപകമായ കയ്യേറ്റമാണ് നടന്നിരിക്കുന്നത്. ഇവിടെ അതീവ രഹസ്യമായി കാട് വെട്ടിത്തെളിച്ച് വലിയ തോതിൽ ഏലം കൃഷി ചെയ്യുകയായിരുന്നു. ഇതിനു പുറമെ വൃഷ്ടിപ്രദേശത്ത് പുതുതായി വീണ്ടും ഏക്കർ കണക്കിന് സ്ഥലം വെട്ടിത്തെളിച്ച് കൃഷിയിറക്കാനുള്ള ഒരുക്കങ്ങളും കയ്യേറ്റക്കാർ നടത്തിയിരുന്നു. അപ്പം ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മനുഷ്യ വന്യജീവി സംഘർഷം മൂന്നാർ ഡിവിഷൻ്റെ ഭാഗമായിട്ടുള്ള ദേവികുളം റേഞ്ചിലും മൂന്നാർ റേഞ്ചിലും വ്യാപകമാണ്. ഇത് നമുക്ക് നിയന്ത്രിക്കാൻ ഒരു മാർഗവും കിട്ടുന്നില്ല. കാരണം ആനയുടെ സ്വാഭാവികമായ വനമേഖലയിൽ ഇതിന് നിൽക്കാൻ പറ്റുന്നില്ല. കാരണം കയ്യേറ്റം ഇവരിങ്ങനെ തിരിച്ച് കയ്യേറുക. അപ്പോൾ നമ്മൾ ഇന്ന് ഏകദേശം 1.5 ഹെക്ടറോളം കംപ്ലീറ്റ് ഏലം കൃഷി വെട്ടി മാറ്റി. അത് പുതിയതായിട്ട് തുടങ്ങുന്നുണ്ട്. പുതിയതായിട്ട് കമ്പ് നാട്ടി പുതിയതായിട്ട് ചെയ്തിരിക്കുന്ന ഏലത്തട്ടകൾ സഹിതം പറിച്ചു മാറ്റി ഈ വടം നമ്മൾ കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്തിട്ട് ഇത് മുറിയുന്നില്ല. നാളെ കൂടിയേ ഇത് കട്ട് ചെയ്ത് മാറ്റാൻ സാധിക്കുകയുള്ളൂ. മുറിച്ച് നമ്മൾ കേസ് എഴുതി. 18ഓളം കാട്ടാനകൾ സ്ഥിരമായി തമ്പടിക്കുന്നതും സഞ്ചരിക്കുന്നതുമായ പ്രധാന ഇടനാഴിയാണിത്. എന്നാൽ ആനകൾ കൃഷിയിടത്തിലേക്ക് ഇറങ്ങാതിരിക്കാൻ കയ്യേറ്റക്കാർ വൻമരങ്ങളിൽ ഡ്രില്ലിംഗ് നടത്തി 2 ഇഞ്ചോളം കനമുള്ള കൂറ്റൻ കമ്പിവടങ്ങളും മുള്ളുവേലികളും ഉപയോഗിച്ച് ശക്തമായ പ്രതിരോധം തീർത്തിരിക്കുകയായിരുന്നു. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന ആനകളെ ഓടിക്കാൻ വനംവകുപ്പിന്റെ RRT ശ്രമിച്ചെങ്കിലും ഈ കമ്പിവേലികൾ കാരണം ആനകൾ ഉൾക്കാട്ടിലേക്ക് പിൻവാങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. ഈ തടസ്സങ്ങളാണ് കാട്ടാനക്കൂട്ടം വനത്തിലേക്ക് മടങ്ങാനാകാതെ നിരന്തരമായി ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങാനും മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമാകാനും പ്രധാന കാരണമായതെന്ന് വനംവകുപ്പ് വ്യക്തമാക്കുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും വാച്ചർമാരെയും പ്രദേശവാസികൾ ആയുധങ്ങളുമായി ഭീഷണിപ്പെടുത്തിയിരുന്നു. എന്നാൽ വനംവകുപ്പ് ശക്തമായ നിലപാടിലൂടെ ഏലത്തട്ടകൾ പൂർണ്ണമായും പിഴുതുമാറ്റുകയും കമ്പിവടങ്ങൾ മുറിച്ചുമാറ്റുകയും ചെയ്തു. മുള്ളുവേലികൾ നീക്കം ചെയ്യുന്നത് പൂർണ്ണമാകാത്തതിനാൽ വരും ദിവസങ്ങളിലും നടപടികൾ തുടരും. കേരള ഫോറസ്റ്റ് ആക്ട് എന്നിവ പ്രകാരം വനംവകുപ്പ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കയ്യേറ്റത്തിന് പിന്നിൽ പ്രവർത്തിച്ച പ്രതികളെ കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. വനഭൂമി പൂർണ്ണമായും സംരക്ഷിക്കുന്നതിനൊപ്പം KSCBക്ക് ഇത് സംബന്ധിച്ച് അടിയന്തര റിപ്പോർട്ട് നൽകുമെന്നും റേഞ്ച് ഓഫീസർ പറഞ്ഞു. വഴിതിരിച്ചുവിട്ട ആനത്താരകൾ പുനഃസ്ഥാപിക്കാൻ ഈ പ്രദേശത്ത് പുതിയ ഔട്ട്പോസ്റ്റും വനവകുപ്പ് ഷെഡും ഉടൻ സ്ഥാപിക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.